അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്താ വിശേഷങ്ങൾ? എല്ലാവരും സുഖമല്ലേ? പിന്നെ കുറച്ച് നാളുകളായിട്ടുണ്ടല്ലോ നമ്മളുടെ യൂട്യൂബിലായി കഴിഞ്ഞാലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായി കഴിഞ്ഞാലും ഒക്കെ നമ്മൾ കുറേ വീഡിയോസ്, അതായത് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കിങ്ങനെ പറയാമെന്ന് തോന്നിയിട്ടാണ്. ഉനൈസ് അസ്ഹരി എന്ന് പറഞ്ഞിട്ടൊരു ഉസ്താദിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അതേപോലെ തന്നെ ഒരു പാസ്റ്റർ വീഡിയോ ഞാൻ കണ്ടിരുന്നു. പാസ്റ്റർ ഒരു വീഡിയോ കോൾ റെക്കോർഡിംഗ് ആയിട്ട് വന്ന്, അതേപോലെ തന്നെ വേറൊരു ഒരു ഒരു വ്യക്തിയുടെ വീഡിയോ കൂടി ഞാൻ കണ്ടിരുന്നു. ആളുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതും ഇതേപോലെ യാദൃശ്ചികമായിട്ട് കണ്ടാണ്. എന്നിരുന്നാലും ഈ വീഡിയോസിലൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരെല്ലാവരും ദൈവത്തിനായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. ദൈവത്തിനെ അല്ലെങ്കിൽ നബിനെ, യേശുവിനെ ഒക്കെ. അപ്പോൾ പലരും കണ്ടിരിക്കട്ടെ, നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പം ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഇവർക്ക് മൂന്ന് ആൾക്കാർക്കും ഒരു കൂട്ടം അല്ലെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് എന്താ പറയുക അണികൾ ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ശ്രോതാക്കളുള്ള അല്ലെങ്കിൽ പിൻപറ്റുന്നവരുള്ള ആൾക്കാരാണ്. മൂന്നാളും അത്ര നിസ്സാരക്കാരൊന്നുമല്ല. ഈ ഉനൈസ് അസ്ഹരി എന്നുള്ള ആളുടെ, അദ്ദേഹത്തിൻ്റെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ചിലപ്പോൾ തങ്ങളെന്നാണ് പറയുന്നത്. തങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നഹാസ്, ഞാൻ നബിനെ ഞാൻ കണ്ടിട്ട് ഞാൻ സംസാരിച്ച് എനിക്കൊരു ഉൾക്കൊള്ളിയ എന്നിട്ട് ഞാൻ ഉറങ്ങിയില്ല. നബി പറഞ്ഞ് ഉറങ്ങണ്ടാന്ന്. എന്നിട്ട് പിന്നെ മദീനയിൽ പോയി, റൗദയിൽ പോയി, അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഞാൻ കിടന്ന് ഉറങ്ങണ്. എന്നിട്ട് ഞാൻ അങ്ങനെ ആക്കി എന്ന് അദ്ദേഹം പറയണ്. അപ്പോൾ അതൊരു അദ്ദേഹത്തിന് എന്തോ ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണെന്നുള്ളത് പിന്നീട് പറഞ്ഞു. പക്ഷെ നമുക്കിത് ആദ്യമേ കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് അദ്ദേഹത്തിന് എന്തോ മാനസികമാണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും പറയണം. പക്ഷേ അത് വിശ്വസിക്കാനൊരു കൂട്ടം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ലൈവ് വരുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര 100K മുകളിൽ ആൾക്കാർ വ്യൂവേഴ്സ് ഉണ്ട്. അത് വ്യൂവേഴ്സ് നിസ്സാര വ്യൂവേഴ്സ് അല്ല. ഇദ്ദേഹം ആമീൻ പറയട്ടാന്ന് പറയുമ്പോൾ ആമീൻ പറയാനും, അല്ലെങ്കിൽ കമൻ്റ് ഇടാനും, അതായത് സലാത്തിൽ കമൻ്റ് ഇടാൻ പറയണത്, അല്ലെങ്കിൽ ആമീൻ പറഞ്ഞ് കമൻ്റ് ഇടാൻ പറയണത്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, യൂട്യൂബിൽ കമൻറ്റും വോയിസും അല്ലെങ്കിൽ ലൈക്കൊക്കെ അടിക്കുന്നത് എന്തിനാണെന്നുള്ളത്. പടച്ചോണ്ടേത് കൂലി കിട്ടാനില്ല, അത് അവർക്കുള്ള കൂലി യൂട്യൂബിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് മനസ്സിലാക്കാത്തതാണോ, അല്ലെങ്കിൽ കൂടുതലും ഈ നമ്മുടെ എന്താ പറയുക, ഈ ഹൗസ് വൈഫ് കുടുംബ സ്ത്രീകളുണ്ടല്ലോ, അവരാണ് കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ ഫാൻസ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ എന്നല്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഫാൻസ്. അതിന് കാരണം അവർ ഈ ആണുങ്ങളെക്കാളും ബുദ്ധി കൂടിയോണ്ടൊന്നല്ല, അവർക്ക് കുറേ ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ ഇവർ വരുന്ന സമയത്തൊക്കെ ആണുങ്ങൾ മിക്കവാറും എല്ലാവരും രാവിലെ ഡ്യൂട്ടിയിലായിരിക്കുമല്ലോ, അതുകൊണ്ട് മാത്രം ഉണ്ടാകും, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്നാലും മീറ്റിങ്ങുകളാണ് കൂടുതൽ ഇതിന് സപ്പോർട്ട് ചെയ്യണതും പിന്തുണ ആമീൻ പറയണതും പണം അയക്കുന്നതും. യൂട്യൂബിൽ കൂടെ പണപ്പിരിവ് അടക്കമുണ്ട്, ഗൂഗിൾ പേ അടക്കമുണ്ട്. അപ്പം നമുക്കിത് കാണാം. അത് കഴിഞ്ഞിട്ട് ഈ പാസ്റ്റർ കണ്ടിട്ടാ, പാസ്റ്റർ വീഡിയോയിൽ ഇതേപോലെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യേശു എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചെന്നാ. അപ്പോൾ അതിലെ കമൻറ്റ് ഭയങ്കര രസം കാണാൻ. നമ്മളെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ കൂടുതലും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് യേശു കൊല്ലത്തുകാരാണോന്ന്. കാരണം സംസാരം സ്ലാങ് കൊല്ലത്താണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റർ കൊല്ലത്താണ്. അപ്പോൾ അതുകൊണ്ട് യേശു വരുമ്പോൾ കൊല്ലത്ത് അവിടുത്തെ ഏതെങ്കിലും യേശു ആയിരിക്കും വരാം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സംസാരം വന്നത്. അതേപോലെ തന്നെയാണ് ഇതുണ്ടായി. ഇതിൽ ഭയങ്കര ഒരു മതമൈത്രി ഇതിൽ ഉണ്ടായി എന്നുള്ളത് വളരെ എന്താ പറയുക യാദൃശ്ചികമാണ്. കാരണം ഇതെല്ലാം വന്നത് എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച ഗ്യാപ്പിലാണ്. അതല്ലെങ്കിൽ ഞാൻ കണ്ടത് 1-2 ആഴ്ച ഗ്യാപ്പിലാണ്. 500. അപ്പോൾ ഞാൻ കണ്ടതും ഇതേപോലെ തന്നെയാണ് 2 ആഴ്ച ഗ്യാപ്പിൽ. അപ്പോൾ അതുകൊണ്ട് യാദൃശ്ചികമായിട്ട് കണ്ടുകൊണ്ടായിരിക്കണം എനിക്കിങ്ങനെ പറയുന്നത്. അപ്പോൾ അത് ഒരാളെ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. ഇവരുടെ കച്ചവടം, അല്ലെങ്കിൽ ഇത് എല്ലാം തട്ടിപ്പാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് 100% അറിയാം. പക്ഷേ അതേസമയം ഈ ഉനൈസ് അസ്ഹരിയുടെ ഫാൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഉനൈസ് അസ്ഹരിയുടെ പിന്നിലിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കുകയാണ്, ബാക്കി 2 വീഡിയോ കാണിച്ചു കൊടുത്ത് ചോദിക്കുകയാണ്, യേശു വന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ കൃഷ്ണൻ വന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ വേറെ ഏതോ ദൈവം വന്ന് സംസാരിച്ചെന്ന് പറയുമ്പോൾ ഇവർ കളിയാക്കും. കാരണം ഇവർക്ക് അതിനുള്ള ബോധമുണ്ട്, എല്ലാവർക്കും ഉണ്ടാകും. അതൊരു ശരീരം മാത്രമല്ല ഞാൻ പറയണത്, ഈ പാസ്റ്ററുടെ അനുയായികളുണ്ടല്ലോ, അവരെടുത്താണെങ്കിലും വന്നിട്ട് ഈ ബാക്കി 2 വീഡിയോ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ കളിയാക്കും. കാരണം അത് തട്ടിപ്പാണെന്ന് 100% അവർക്ക് ഉറപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ദൈവം അല്ലെങ്കിൽ യേശു ആയാലും നബി ആയി കഴിഞ്ഞാലും ഇവിടെ അവരുടെ വേണ്ടപ്പെട്ടവരോട് ഒന്ന് സംസാരിച്ചിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ ഇവർ വരാന്നുള്ള അത് ചിന്തിക്കാനുള്ള ബോധം ഇവർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടാകും. മറ്റേ മമ്മൂട്ടി പറഞ്ഞുള്ളത് എന്താ 2 കോയെന്ന് ചോദിക്കൂലേ, അപ്പം അതേപോലെ അതിനുള്ള ബോധം ബുദ്ധിയൊക്കെ ഉണ്ട്.
പക്ഷെ എന്നിരുന്നാലും എന്നിട്ടും ഇതിനെ വെച്ച് വളച്ചൊടിച്ച് അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അവരുടെ ഒക്കെ അടുത്ത ലീവ് വരുമ്പോഴും അടുത്തത് ഇപ്പോൾ യുനൈസസ് എനിക്കെന്തോ സിഹിർ ബാധിച്ചതെന്നാണ് പറയണത്. സിഹിർ ബാധിച്ചതെന്ന് ആളുടെ അനുയായികൾ നിവർത്തില്ലാണ്ടായപ്പോൾ പറയണത് അദ്ദേഹത്തിന് സേർ ചെയ്തിട്ടുണ്ട് വേറെ ആരോ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോധം മറഞ്ഞത് ആണ്. അത് സംഭവം ശരിയാണ്. ഇവർക്കെല്ലാവർക്കും ഒരു പക്ഷേ ഇവരെല്ലാവരും മനഃപൂർവ്വം ചെയ്യണമായിരിക്കില്ല. ബോധം മറയുക അല്ലെങ്കിൽ ബുദ്ധി മാറുക, ഇതിനൊക്കെ ഏറ്റവും എന്താ പറയുക ലാസ്റ്റ് വശം എന്ന് പറഞ്ഞാൽ പ്രാന്തായിട്ട് പറയുന്നുണ്ട് ഇവരൊക്കെ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കുക. കാരണം ഒരു പ്രാന്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ് പറയണതെന്നുള്ളത് നമുക്ക് ആർക്കും എന്താ പറയുക അംഗീകരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതിൽ നമുക്ക് വിഷമം വിചാരിക്കാനോ എന്നിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് ബുദ്ധി മറിഞ്ഞാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ബുദ്ധി മറിഞ്ഞതാണ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ ഇത് വേറൊരു ഗ്രൂപ്പുകാർ സിഹർ ചെയ്ത് മാരണം ചെയ്ത് പിശാചിനെ വിട്ട് ഷെയ്ത്താൻ്റെ മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു തടി വരാൻ നോക്കണേ. മറ്റൊരു തടി വരിക എന്നുള്ളത് അറിയില്ല. പക്ഷേ കാരണം എന്താ വെച്ചാൽ ഇതങ്ങോട്ട് ഏറ്റില്ല. പണ്ട് ഇതൊക്കെ ഏറ്റിരുന്നതുകൊണ്ടാണ് പലർക്കും പല കറാമത്തുകളും ഉള്ളത്. പണ്ട് ഇതേപോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതേപോലൊരു ഓപ്പൺ ചർച്ചയില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നവർ മാത്രമേ നമ്മളെ കൂട്ടത്തിലുള്ളൂ, അവർ മാത്രമേ നമ്മളെ ശ്രോതാക്കളുള്ളൂ. അവർ തന്നെയാണ് ഈ പറഞ്ഞ 93K അല്ലെങ്കിൽ 100K എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 10,000 ആൾക്കാർ, 1,00,000 ആൾക്കാർ, അവർ മാത്രമാണ് നമ്മൾ പറയുന്നത് ശ്രമിക്കുന്നത്. അവർക്ക് നമ്മൾ പറയുന്നതൊക്കെ എന്താ പറയുക വേദവാക്യമാണ്. അവരിതെല്ലാം എടുക്കും. പക്ഷേ ഇന്ന് ഈ 10,000 ആൾക്കാരാണെങ്കിൽ ഈ 10,000 ആൾക്കാരിലും 10,000 മൊബൈലുണ്ട്. അതിൽ വീഡിയോ എടുത്തിട്ട് ഓരോരുത്തർ ആൾക്കാരിലും 100 ആൾ കാണുകയാണെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് ഇതിനെന്താ പറയുക കീറി മുറിക്കും. അപ്പോൾ എന്തെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കും. അങ്ങനെ പല ജാതിക്കാരല്ലേ ഇപ്പോൾ കാണുക. പണ്ട് നമുക്കൊരു മതപ്രസംഗം വെക്കുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ മാത്രം, അതായത് മുസ്ലിംസ് ആണെങ്കിൽ മുസ്ലിംസിൻ്റെ ആൾക്കാർ മാത്രം, ക്രിസ്ത്യൻസ് ആണെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ, മറ്റൊരാണെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കളുടെ, അവർ മാത്രം ശ്രോതാക്കളായിട്ടുള്ളൂ. ഇന്ന് നിലവിൽ അതല്ല സ്ഥിതി. ഇന്ന് സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം ഉള്ളിടത്തോളം കാലം നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ ഈ പള്ളിക്കകത്ത് ഇരുന്ന് പറഞ്ഞാലും അമ്പലത്തിലിരുന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കിത് ലോകത്തിന് മുന്നിലേക്കാണ് ഈ സൗണ്ട് വരുന്നത് എന്നുള്ളൊരു ബോധം ഇപ്പോഴും ഈ പറഞ്ഞ ആൾക്കാർക്കില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാനുള്ള അണികളുണ്ട്, അവരും മതി ഞങ്ങൾക്ക്, അവർ ഞങ്ങൾ വിശ്വസിച്ചോളും, അവരെ കൊണ്ട് ഞങ്ങൾ ജീവിച്ചോളാം എന്നുള്ളൊരു ധൈര്യം. അല്ലെങ്കിൽ കാരണം പണ്ടാരെ പറഞ്ഞ പോലെ ഇവർക്കൊക്കെ കറക്റ്റായിട്ട് 100% അറിയാം ഇവർ പറയുന്ന കാര്യങ്ങൾ ശുദ്ധം നുണയാണെന്നുള്ളതും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളില്ല എന്നുള്ളതും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾക്ക് സംഭവിക്കില്ല എന്നുള്ളതും ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇവർ ഇത്ര ധൈര്യത്തിൽ ഇതൊക്കെ പറയണത്. കാരണം അമ്മ നുണ പറഞ്ഞാൽ നമ്മൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറച്ചൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇവരൊന്നും ഇങ്ങനെ ചെയ്യില്ല. കാരണം ഇതെല്ലാം എല്ലാതും നുണ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഒരു പക്ഷേ ബുദ്ധിഭ്രമം കൊണ്ട് സംഭവിച്ചായിരിക്കാം. പക്ഷെ നമുക്ക് പലരെയും കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല ഇത് ബുദ്ധിഭ്രമാണെന്നോ ഭ്രാന്താണെന്നോ ഒന്നും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ബാക്കിയുള്ള സംസാരങ്ങളും ബാക്കിയുള്ള പെരുമാറ്റങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം. അതായത് കാശ് കിട്ടി തുടങ്ങി കഴിഞ്ഞിട്ടുള്ള, അതായത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു കച്ചവടമാണിത്, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ആവശ്യമില്ലാത്തൊരു കച്ചവടമാണ് ഇപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക ഈ മതം എന്നുള്ളത്. അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസികളെ വളർത്തുക അല്ലെങ്കിൽ വിശ്വാസം മൂട്ടിയുറപ്പിക്കുക എന്നതിലുപരി, അല്ലെങ്കിൽ ഇതേപോലെ അണികൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കുക എന്നതിലുപരി ഇതേപോലെ യൂട്യൂബിലും ഇതിലും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് എന്തിനാണെന്ന് പടച്ചോണ്ട മാർഗത്തിൽ നിങ്ങൾ അങ്ങനെ പറയണ്ടെങ്കിൽ പടച്ചോന് അത് അങ്ങനെ പോയിക്കോളൂ. നിങ്ങൾ ഉത്തരവാദിത്തം ചെയ്യണ്ടല്ലോ. ബാക്കിയുള്ളതൊക്കെ പടച്ചോണ്ട കയ്യിലല്ലേ. അല്ലാണ്ട് ഈ ലൈക്ക് അടിക്കലും ഷെയർ ചെയ്യിക്കലും അല്ലാന്നുണ്ടെങ്കിൽ ഈ പാസ്റ്റർമാരായി കഴിഞ്ഞാൽ, ഈ യൂട്യൂബർമാരായി കഴിഞ്ഞാലും, ഈ ഉസ്താക്കന്മാർ തങ്ങന്മാർ ആരായി കഴിഞ്ഞാലും ഇവരൊക്കെ ആഡ് ഓഫ് ചെയ്തിട്ട്, അതായത് എനിക്കൊരു റുപ്യതുമൊന്ന് വരുമാനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ നടത്താം. പിന്നെ നമുക്ക് വിചാരിക്കുക അവരെ വിശ്വാസം കൊണ്ട് ചെയ്യണതാണെന്ന്. അതിലും തെറ്റിദ്ധരിപ്പിക്കൽ തന്നെയാണ്. എന്നിരുന്നാൽ കൂടി നമുക്ക് വിശ്വസിക്കാം. അതായത് ഈ പണത്തിൻ്റെ കാര്യം ഒഴിവാക്കിക്കൊണ്ട്, പണ്ടാരോ പറഞ്ഞില്ല, ഞാൻ സലീം കുമാർ ആരോ പറയുന്ന ഒരു വീഡിയോ ഞാനിപ്പോൾ എടുത്ത് കണ്ടിരുന്നേ. നമ്മൾ പട്ടിണി പരിവട്ടമായിട്ട് നമ്മളെ പരാതി ബോധിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലണം. എന്നിട്ട് ദൈവത്തിന് അവിടെ കാണിക്ക കൊടുക്കണം. ദൈവത്തിന് നമ്മൾ കാശാക്കോട് കൊടുക്കണം. എന്നിട്ടാണ് ഈ പട്ടിണിയും പരിവട്ടവും ഞങ്ങൾക്ക് തീർത്ത് തരണമെന്ന് പറയണത്. ദൈവത്തിന് നമ്മൾ പായസം കൊടുത്തിട്ടാണ് ദൈവത്തിന് നമ്മളെ സൈഡാക്കാൻ നോക്കുന്നത്. അതൊരു എന്താ പറയുക, ഒരു നല്ല ചിന്തിക്കാൻ പറ്റിയ സംഭവങ്ങൾ ഇതൊക്കെ. എല്ലായിടത്തും അങ്ങനെ തന്നെ അല്ലേ. നമ്മൾ പൈസ കൊടുക്കാണ്ടോ, ഒരു 100 രൂപ കൊടുക്കാണ്ടോ, അല്ലെങ്കിൽ ഒരു 1000 രൂപ കൊടുക്കാണ്ടോ, കൈമുള്ള മോതിരം ഊരി കൊടുക്കാണ്ടോ നമുക്ക്
ഈ പ്രാർത്ഥനയിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളൊരു ബോധം നമ്മളെല്ലാവരിലും ഉണ്ടാക്കിയെടുക്കാൻ ഇവരൊക്കെ എന്താ പറയുക വിജയിച്ചിട്ടുണ്ട് ചെയ്തതിൽ. അപ്പോൾ അതേപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ പല വീഡിയോസിലും ഇങ്ങനെ പല സംഭവങ്ങളും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസം എന്നുള്ളത് ഒരു സൈഡിലാക്കി നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഉണ്ട് എന്ന് നമ്മളെ അണികൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നിരുന്നാലും ചിന്തിക്കുന്ന ആൾക്കാർ കൂടുതലാണ്. ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ പലരും, അതായത് തലമൂത്തവന്മാരെ അല്ലെങ്കിൽ ഇടംബലം നോക്കാണ്ട് ഞങ്ങൾ പിൻപറ്റിയിരിക്കും എന്ന് പറയുന്നവരൊഴികെ ബാക്കി എല്ലാവരും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. എന്താണ് ഈ പറയണത്, ആർക്ക് വേണ്ടിയിട്ട് ഈ പറയണത്, ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മളെ പ്രതികൂലമായിട്ട് തന്നെയാണ് ഇതൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധം ഇതുവരെ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ അത്ര മതി എന്നുള്ളൊരു ചിന്തന അവർക്ക്. കാരണം ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നാണക്കെടുക്കല്ലേ, പുറത്തിറങ്ങി നടക്കുക എന്നുള്ള നാണക്കേട്. അത് ഒരാളെ ബാധിക്കണല്ല, ഒരു സമൂഹത്തെ ബാധിക്കണ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വലിയൊരു സമൂഹത്തെ ബാധിക്കണത്. കാരണം ബാക്കിയുള്ളവർ പുറത്തുനിന്ന് കളിയാക്കുമ്പോൾ നമ്മളും കൂടിയൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥനായിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഗൾഫിൽ മണിക്കുമ്പോൾ ഇന്ത്യക്കാരനല്ലടാ എന്ന് ചോദിച്ചാൽ ഒരാൾ ചെയ്ത കുറ്റം നമ്മളെല്ലാം കൂടിയിട്ട് വന്നു ചേരുന്നുണ്ടല്ലോ പലപ്പോഴും. അതേപോലത്തെ ഒരു അവസ്ഥ ഈ വക കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ നമുക്കും കൂടി വരുന്നത്. എന്തായാലും ഇതിനൊക്കെ അപ്പുറം ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ടെന്നുള്ളതിൻ്റെ ബോധം ഈ പറയുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ എന്താ പറയുക ഇത് വളർത്താൻ നടത്തുന്നവർക്കോ ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്, അത് അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടൂല എന്നുള്ളത് മാത്രമല്ല, ഇതെല്ലാം പ്രതികൂലമായിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും ബാധിക്കും, എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം പറയുന്നുണ്ട് ആൾക്കാർ. ഇപ്പോൾ പറഞ്ഞില്ലേ, പലരും എൻ്റെ അഭിപ്രായമുള്ളവരെന്നാണ്, പല അടിയുറച്ച വിശ്വാസികളും അല്ലെങ്കിൽ അടിയുറച്ച ഇവരൊക്കെ ഇദ്ദേഹത്തെ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ എന്നാലും പിൻപറ്റാനും ന്യായീകരിക്കാനും അതിൽ കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണേ. എന്തായാലും എല്ലാം നല്ലതാവട്ടെ. ഇവരെല്ലാം എന്താ പറയുക മനസ്സിലാക്കി പെരുമാറുമെന്ന് വിചാരിക്കും. പെരുമാറലൊന്നുമില്ല, ഇതൊക്കെ എന്താ പറയുക മനുഷ്യനുള്ളിടത്തോളം ഭൂമിയുള്ളിടത്തോളം കാലം ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. എന്നിരുന്നാലും നമുക്കിതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഓക്കെ, ശരി.